നമസ്കാരം, അനിൽകുമാർ അക്കൗണ്ട് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇക്വലൻസി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് ആദ്യമായിട്ടാണ് അവരൊരു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എഴുതുന്നത്. ചിലപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ +2 +1 ഒക്കെ സ്കൂളിൽ എഴുതി പരിചയമുള്ളവരുണ്ടായിരിക്കാം, എന്നിട്ട് അങ്ങനെ പരാജയപ്പെട്ടു വന്നവരും ആയിരിക്കാം. അതല്ലാത്തവരുണ്ട്. അതായത് 10-20 വർഷം മുമ്പ് SSLC എഴുതി പഠനം നിർത്തി അങ്ങനെ വീണ്ടും വന്ന ആളുകളാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇത്തരം ആളുകൾക്കൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക, ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് അത് വലിയൊരു വിഷയമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരിക, ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഓരോ വിഷയത്തിലെയും ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, പഠിച്ച കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് എഴുതേണ്ടി വരിക തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ഓഗസ്റ്റിൽ നടന്ന ഇക്വലൻസി, അതായത് നമ്മുടെ തുല്യതയുടെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഓവറോൾ ഒരു രൂപം ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരിക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇത് ഏകദേശം 12 പേജ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റാണ്. 12 പേജാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഈ 12 പേജിൽ നമുക്ക് ബുക്ക് പോലെ നമുക്കിതിങ്ങനെ മറിക്കാം. അതാണ് ഞാൻ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇടത് ഭാഗത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതേ ക്വസ്റ്റ്യൻ്റെ മലയാളം വലത് ഭാഗത്തും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എഴുതുന്നത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോൾ മലയാളത്തിൽ എഴുതുന്ന പഠിതാക്കളാണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്കിലും, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നോക്കാം, തിരിച്ചും അങ്ങോട്ടും നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. 12 പേജ്. ഇതിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രജിസ്റ്റർ നമ്പർ. മുകളിൽ ഒരു 2 കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ട്. രജിസ്റ്റർ നമ്പർ, അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് രജിസ്റ്റർ നമ്പർ. അത് നിങ്ങൾ എക്സാമിന് നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫില്ല് ചെയ്യേണ്ട ഒരു സാധനമാണ് രജിസ്റ്റർ നമ്പർ. പിന്നെ അതിന് താഴെ നിങ്ങളുടെ പേരും മുഴുവൻ പേരും എഴുതുക എന്നുള്ളതാണ്. പലരും എഴുതാറില്ല, പക്ഷെ അതൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മൾ ക്രമക്കേടുകളൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സംഭവം. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കാണാം ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഇക്വലൻസി എക്സാമിനേഷൻ. ഇവിടെ ഓഗസ്റ്റ് 2022 ആണ്, ഇത് പഴയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാണാം. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഇനി എഴുതാൻ പോകുമ്പോൾ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഇക്വലൻസി എക്സാമിനേഷൻ ഇപ്പോൾ ഏതാ നമ്മൾ എഴുതാൻ പോകുന്നത് ജൂലൈ 2024 എന്ന് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഇത് എക്കണോമിക്സ് ആയതുകൊണ്ട് പാർട്ട് 3 എക്കണോമിക്സ്, മാക്സിമം മാർക്ക് 80 സ്കോർ. പിന്നെ റൈറ്റ് സൈഡിൽ ടൈം കൊടുത്തിട്ടുണ്ട്, 2.5 hours കൊടുത്തിട്ടുണ്ട്. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്. ഈ 2.5 hours ആണ് നമുക്ക് എഴുതാനുള്ള സമയം. മൊത്തത്തിൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കേണ്ടത് 2.25 സമയമാണ്. 2.25 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അതിൽ കൂൾ ഓഫ് ടൈം നമ്മൾ കയറി ചെന്ന് ഇപ്പോൾ 9 മണിക്ക് അല്ലെങ്കിൽ 9:30ക്കാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9:30ക്ക് നമ്മൾ ഹാളിലുണ്ടാവണം. അപ്പോൾ 9:30ക്ക് തന്നെ ടീച്ചേഴ്സ് വരും. 9:30ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ തരികയും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനും നമ്മുടെ ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തന്നാൽ 15 മിനിറ്റ് നമുക്കിത് എന്ത് ചെയ്യാനുള്ളതാണ്, എഴുതാനുള്ള സമയമല്ല, വായിച്ചു നോക്കാനുള്ള സമയമാണ്. അതാണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പൊതുനിർദ്ദേശങ്ങൾ ഒരു 6 കൊടുത്തിട്ടുണ്ട്. നിർദ്ദിഷ്ട സമയത്തിന് പുറമെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. കൂൾ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കൂളാവുള്ള ടൈം തന്നെയാണ്. അതായത് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ച് നോക്കി നമുക്കൊരു പരിചയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, കൂൾ ഓഫ് ടൈം ചോദ്യങ്ങൾ പരിചയപ്പെടാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. അതായത് എഴുതാനുള്ളതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കണം. മറ്റൊരു നിർദ്ദേശമാണ്. നിർദ്ദേശങ്ങൾ മുഴുവനും ശ്രദ്ധാപൂർവ്വം വായിക്കണം. കണക്ക് കൂട്ടലുകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ഉത്തരപേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് കണക്ക് കൂട്ടി, പുറത്ത് മീൻസ് വേറെ ഏതെങ്കിലും, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണക്ക് കൂട്ടലുകളൊക്കെ നടത്തിയിട്ട് ആൻസർ മാത്രം ഉത്തരപേപ്പറിൽ എഴുതുക, ആ സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല. ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആൻസർ ഷീറ്റിൽ തന്നെ അതാത് ചോദ്യത്തിനടുത്ത് തന്നെ എഴുതണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംഡ് അല്ലാത്ത കാൽക്കുലേറ്റർ, സാധാരണ കാൽക്കുലേറ്ററുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് എക്സാമിൽ. പിന്നെ ചോദ്യങ്ങൾ മലയാളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുനിർദ്ദേശം. പിന്നെ ബാക്ക് സൈഡിൽ ഇവിടെ ഒന്നും ഇല്ല, ബാക്ക് സൈഡ് ബ്ലാങ്ക് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന 12
പേജ് ഉള്ള ഒരു ചോദ്യപേപ്പറാണ്. എല്ലാത്തിലും ഇങ്ങനെ 12 പേജ് ഉണ്ടാവുമോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. പിന്നെ മിക്കവാറും 12 പേജ് ഉണ്ടാവാനാണ് സാധ്യത. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 12 പേജ്, ചിലതിൽ 8 പേജൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ സോഷ്യോളജിയിൽ 8 പേജാണ് കാണുന്നത്. അതുപോലെ ഹിസ്റ്ററിയിലാണെങ്കിൽ 10 പേജാണ് കാണുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കാം ഈ പേജിൻ്റെ ഒരു അത് വരുന്നത്, എണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഓവറോൾ ഒരു ഐഡിയ ആണ് ഞാൻ തന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് നിങ്ങളൊരു പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ പരീക്ഷ എഴുതി പോരാൻ പറ്റും. ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഞാൻ നിങ്ങൾക്ക് എക്സാമിൻ്റെ മുന്നേ നമ്മളൊരു ലൈവ് വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്കറിയാം 1 മുതൽ 12 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക, സ്കോർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആൻസർ എനി 10 ക്വസ്റ്റ്യൻസ് 1 to 12 ഈച്ച് ക്യാരീസ് 1 സ്കോർ എന്നാണ്. അതായത് 12 എണ്ണം കൊടുത്തിട്ടുണ്ട്, 10 എണ്ണം എഴുതിയാൽ മതി. അതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാം കൂടെ വാരി വലിച്ച് എഴുതാനല്ല, നേരെ മറിച്ച് അതാണ് ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്. കൂൾ ഓഫ് ടൈമിൽ നമുക്ക് അറിയുന്ന ആൻസേഴ്സ്, ചോദ്യങ്ങൾ നോക്കിയിട്ട് അറിയുന്ന ആൻസേഴ്സ് അതൊക്കെ ടിക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മാത്രം എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം, 12 എണ്ണം തന്നിട്ട് 10 എണ്ണം എഴുതാൻ പറഞ്ഞാൽ 10 എണ്ണം എഴുതണം. അതിൽ നിങ്ങൾക്ക് 5 എണ്ണേ അറിയുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ളത് ഞാൻ വിട്ടു, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മളൊരു കൃത്യത ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പോകണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗമാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ രണ്ടാമത്തത് പിന്നെ 13 മുതൽ 21 വരെ 6 ക്വസ്റ്റ്യൻസാണ് എഴുതാനുള്ളത്. 2 മാർക്കിന് 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. ഈ നമ്പേഴ്സിൽ ഇപ്പോൾ 1 മാർക്കിന് 10 ക്വസ്റ്റ്യൻസാണ് വരുന്നത് സാധാരണ. ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസിന് അങ്ങനെയാണ് വരുന്നത്. 10 എണ്ണം തന്നിട്ട് അതിൽ 8 എണ്ണം എഴുതാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പം പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയേക്കാം. എന്തായാലും 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക്, ഇതാണ് നമ്മളുടെ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ അങ്ങനെയാണ്, മാർക്ക് അങ്ങനെ വരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിൻ്റെ ഉണ്ടാവും, 3ൻ്റെ ഉണ്ട്, 4ൻ്റെ ഉണ്ട്, 5ൻ്റെ ഉണ്ട്, 8ൻ്റെ ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത് മാർക്കിന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് എന്നാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തത് ഏത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, യെസ്, നമുക്ക് ശരിക്കും ഈ ചാപ്റ്റർ പഠിക്കാനില്ല കേട്ടോ. ഈ ചോദ്യം ഇപ്രാവശ്യം നമുക്ക് പഠിക്കാനില്ലാത്തൊരു ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. 2022 ക്വസ്റ്റ്യനാണ്. എന്നാലും ഞാനതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയത്. അങ്ങനെ ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജം നമ്മൾ 2 തരത്തിലുണ്ട്. എനർജി ഏതൊക്കെയാണ്? ഒന്ന് പാരമ്പര്യമുണ്ട്, മറ്റൊന്ന് പാരമ്പര്യേതരമുണ്ട്. അപ്പോൾ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ, അതായത് നേരിട്ട് പറയാം, കുഴിച്ചെടുക്കുന്ന വസ്തുക്കളാണ് പാരമ്പര്യ ഊർജ്ജം എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ്ജം എന്ന് പറയുന്നത് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ സോളാർ എനർജി, സൗരോർജ്ജം, അതുപോലെ തന്നെ ബയോഗ്യാസ്, ബയോമാസ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ പാരമ്പര്യ ഊർജ്ജം. അപ്പോൾ ഇത് രണ്ടും പഠിക്കാനൊരു എളുപ്പം, നിങ്ങൾ പാരമ്പര്യ ഊർജ്ജം പഠിച്ചു വെച്ചാൽ മതി. പാരമ്പര്യ ഊർജ്ജം എന്ന് പറഞ്ഞാൽ പെട്രോളിയം, അതുപോലെ കൽക്കരി, പ്രകൃതിവാതകം, ആ 3 എണ്ണമാണ് പാരമ്പര്യ ഊർജ്ജം കുഴിച്ചെടുക്കുന്നത്. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം. അപ്പോൾ അതല്ലാത്തത് ഉത്തരത്തിൽ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അത് പാരമ്പര്യേതരമായിരിക്കും. ഇവിടെ പാരമ്പര്യേതരം അല്ലാത്തത് എന്നാണ്. അപ്പോൾ ചോദ്യം ശരിക്കും വായിക്കണം. പാരമ്പര്യ ഊർജ്ജം എന്ന് കാണുമ്പോൾ നമ്മൾ നേരെ ഉത്തരത്തിലേക്ക് പോകരുത്, ചോദ്യം മുഴുവനായിട്ട് വായിക്കണം. ചുവടെ ചേർക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോട്ട് എ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്നാണ്. അപ്പോൾ നമുക്ക് ഏതാണ് പാരമ്പര്യേതര ഊർജ്ജം അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ പെട്രോളിയം മാത്രമാണ് ഉത്തരമുള്ളത്. സൗരോർജ്ജം, ബയോഗ്യാസ്, പെട്രോളിയം, ബയോമാസ്, ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പെട്രോളിയം മാത്രമാണ് പാരമ്പര്യ ഊർജ്ജം ഉള്ളത്. പാരമ്പര്യേതര ഊർജ്ജം അല്ലാത്തത്, ബാക്കിയുള്ളതൊക്കെ പാരമ്പര്യേതരാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. ദ കൺട്രി വേർ ദ കമ്മ്യൂൺ സിസ്റ്റം ഡിഡ് എക്സിസ്റ്റ്. ദ കൺട്രി വേർ ദ കമ്മ്യൂൺ സിസ്റ്റം ഡിഡ് എക്സിസ്റ്റ്. കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം.
കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, റഷ്യ. ഏതാണ് കമ്മ്യൂൺ സമ്പ്രദായം? കമ്മ്യൂൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചൈനയിലേക്ക് പോയാൽ മതി. കമ്മ്യൂൺ ഓക്കെ, ആ ഒരു ഐഡിയയിൽ പോവുക. ചൈനയാണ്. ഓക്കെ, കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്നത് ഏതാണ്? ചൈനയാണ് കേട്ടോ. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് അത് കർഷകർക്ക് എന്ത് ചെയ്യുക, കൃഷി ചെയ്യാൻ കൊടുക്കുന്നതാണ് എന്ത് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് ദ വാല്യൂ വിച്ച് റിപ്പീറ്റ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈം ഇൻ എ സീരീസ്. ദ വാല്യൂ വിച്ച് റിപ്പീറ്റ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈം ഇൻ എ സീരീസ്. അതായത് ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യമാണ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, നിരീക്ഷണ മൂല്യം ഏതെന്നാണ്? ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യം. അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഏതാ ചാപ്റ്റർ? 5ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. മാധ്യം, മോഡ്, മീഡിയൻ, റേഞ്ച്. മീൻ, മോഡ്, മീഡിയൻ, റേഞ്ച്. മാധ്യം, മോഡ്, മീഡിയൻ, റേഞ്ച്. ഏതാ ഉത്തരം? ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന നിരീക്ഷണ മൂല്യം അളക്കുന്നത് എവിടെയാണ്? മോഡിലാണ് കേട്ടോ. മോഡ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോഡാണ്. 4ാമത്തെ ചോദ്യം, വിച്ച് among the following is not included in the Indian system of medicine called ആയുഷ്? ഓക്കെ, അപ്പോൾ ആയുഷ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ചികിത്സാ സംവിധാനമാണ്, ഇന്ത്യയിലെ ചികിത്സാ സംവിധാനമാണ് ആയുഷ് എന്ന് പറയുന്നത്. ആയുഷ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ ആയുഷ് എന്ന് പറയുന്ന ആ ലെറ്ററുകൾ ചേർത്ത് വെച്ചതാണ്. ഓരോ ചികിത്സാ രീതികളുടെയും ലെറ്ററുകളാണത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓക്കെ, പിന്നെ അവിടെ ഒരു പ്രകൃതി ചികിത്സയും കൂടെ ഉണ്ട്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടില്ല. ആയുഷ് പി അല്ലെങ്കിൽ ആയുഷ് എൻ നാച്ചുറോപ്പതി എന്നാണെങ്കിൽ എൻ എടുക്കാം, ആയുഷ് പി ആണെങ്കിൽ പ്രകൃതി ചികിത്സ, അങ്ങനെ എഴുതാം. അപ്പോൾ ആയുഷ് എന്ന ഈ തന്നിരിക്കുന്ന ഈ ചികിത്സ ഇന്ത്യൻ ചികിത്സാ സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നത് പഠിച്ചാൽ മതി. എ സൂചിപ്പിക്കുന്നത് ആയുർവേദമാണ്, വൈ സൂചിപ്പിക്കുന്നത് യോഗയാണ്, യു സൂചിപ്പിക്കുന്നത് യുനാനിയാണ്, എസ് ആണെങ്കിൽ സിദ്ധയാണ്, എച്ച് ആണെങ്കിൽ ഹോമിയോപ്പതിയാണ്. അതുപോലെ ഒരു പി കൂടെ വരിക, അത് പ്രകൃതി ചികിത്സ. പിക്ക് പകരം എൻ വരികയാണെങ്കിൽ നാച്ചുറോപ്പതി, ഇംഗ്ലീഷിൽ അങ്ങനെ പറയും. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് അലോപ്പതിയാണ് കേട്ടോ. ആൻസർ പറഞ്ഞത് അലോപ്പതിയാണ്. യോഗ, ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ, അലോപ്പതി, അങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി അലോപ്പതിയാണ് ആൻസർ വരുന്നത്. അടുത്തൊരു ചോദ്യം, ഇൻ ടു ഹൗ മെനി ഗ്രൂപ്പ് ഡിഡ് ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 ക്ലാസിഫൈ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്? 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു എന്നാണ്. 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു? അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3ആയിട്ടാണ് നമുക്കറിയാം അല്ലേ, 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 പൊതുമേഖല വ്യവസായങ്ങളാണ്, 2 സ്വകാര്യ മേഖല വ്യവസായങ്ങളാണ്, 3 പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള വ്യവസായങ്ങൾ. അപ്പോൾ 3 ഓക്കെ, സാധാരണ ചോദ്യം അങ്ങനെ വരാറുള്ളത്. ഇതൊക്കെ വൺ വേർഡിലേക്ക് വന്നതാണ്. അങ്ങനെയും വരും. പിന്നെ ഏതാണ് 1956 വ്യവസായ നയപ്രമേയം വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നാൽ എന്ത് എഴുതും? അപ്പോൾ 1956 ഇന്ത്യയിലെ വ്യവസായ നയപ്രമേയം നടപ്പിലാക്കി. അത് ഇന്ത്യൻ വ്യവസായങ്ങളെ 3ആയിട്ട് തരംതിരിച്ചു. 1 പൊതുമേഖലാ വ്യവസായങ്ങൾ, 2 സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ, 3 സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുള്ള വ്യവസായങ്ങൾ. ഇത്രയേ ഉള്ളൂ. ആൻസറായി. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് വൺ വേർഡ് വന്നു. എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ചോദ്യം. 5, 4, 3, 2 ഓപ്ഷനാണ്. 5, 4, 3, 2. അപ്പോൾ നമുക്കറിയാം ആൻസർ ഏതാണ്? 3. ഓക്കെ, 3ആയിട്ടാണ് തരംതിരിച്ചുള്ളത്. അടുത്തൊരു ചോദ്യം, വിച്ച് among the following ഈസ് റിലേറ്റഡ് ടു കോത്താരി കമ്മീഷൻ? താഴെ ചേർക്കുന്നവയിൽ ഏതാണ് കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടത് എന്നാണ്. കോത്താരി കമ്മീഷൻ നമുക്ക് പഠിക്കാനുണ്ടോ സംശയമാണ്, കാരണം ഒഴിവാക്കിയ ചാപ്റ്ററിലെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് നോക്കി പോയിക്കോളാം. ഇപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വീഡിയോകൾ എന്തായാലും കാണുമല്ലോ. ചുവടെ ചേർക്കുന്നതിൽ, ഇതൊക്കെ പിന്നെ വൺ വേർഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് അപ്പോൾ തലയിൽ അങ്ങനെ നിന്നോളും. ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ് കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ടത്? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, റെയിൽവേ. വ്യവസായം, വിദ്യാഭ്യാസം, കൃഷി, റെയിൽവേ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് കോത്താരി കമ്മീഷൻ കേട്ടോ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ദ ഇയർ ഇൻ വിച്ച് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ദാറ്റ് ഈസ് ടിസ്കോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ജാംഷഡ്പൂർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജാംഷഡ്പൂരിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് വിളിക്കുന്ന ടിസ്കോ എന്ന് വിളിക്കുന്ന ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്നുണ്ടാകും. 1906, 1907, 1908, 1905 ഇങ്ങനെ വർഷം തരുമ്പോൾ കൃത്യമായിട്ടൊരു അറിവില്ലാത്തവന് എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തും. അപ്പോൾ അങ്ങനെ ആവരുത്. 1907. ഓക്കെ, 07 അത് ഓർമ്മയിൽ വയ്ക്കുക. ടിസ്കോ കോ എന്ന് പറയുമ്പോൾ അവിടെ 07 ആണ് കേട്ടോ, ടിസ്കോ. അപ്പോൾ എല്ലാത്തിലും 0 വരും അല്ലേ, 0 പിടിക്കാൻ പറ്റില്ല. അപ്പോൾ 1907. ഓക്കെ, ആരാ ആള്? ജാംഷഡ്ജി ടാറ്റയാണ്, അതും മറക്കണ്ട. ഓക്കെ, ജാംഷഡ്ജി ടാറ്റ ജാംഷഡ്പൂരിൽ
1907 സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായശാലയാണ് ടിസ്കോ അഥവാ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരിയഡ്? ഓക്കെ, ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരിയഡ്. അപ്പോൾ കൊളോണിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കോളനി വാഴ്ച കാലമാണ്. ആരുടെ? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കെടുപ്പുമായി ബന്ധമുള്ളത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് അല്ലേ, ഇന്ത്യയുടെ ദേശീയ വരുമാനം, ബ്രിട്ടീഷ് ഭരണ കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം അളന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മളൊരു 4-5 ആളുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് അതിന് മുന്നോട്ട് വന്നത്, ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച് മുന്നോട്ട് വന്നത് ദാദയാണ്. ദാദ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാട്ടോ, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി അളന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കാം. ആദ്യമായി അളന്നത് ആരാണെന്ന് ചോദിക്കാം. ദേശീയ വരുമാനം ആദ്യമായിട്ട് അളന്ന് കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. കൃത്യമായിട്ട് അളന്ന് കണക്കാക്കിയത് ആരാണ്? അങ്ങനെ ഒരു ചോദ്യം വരും. കൃത്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? അത് VKRV റാവു എന്ന് പറഞ്ഞ ആളാണ്. VKRV റാവു ആണ്. കൃത്യമായിട്ടുള്ള അളവ് എടുത്തത് VKRV റാവു ആണ്. ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കുക, താഴെ പറയുന്നവരിൽ ആർക്കാണ് കോളനി വാഴ്ചക്കാലത്തെ ഇന്ത്യയുടെ ദേശീയ വരുമാന കണക്കെടുപ്പുമായി ബന്ധമുള്ളത്? ഇത് വലിച്ചു നീട്ടി പറഞ്ഞതാണ്, ഇത്രയേ ഉള്ളൂ. അതായത് കോളനി വാഴ്ചക്കാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കെടുപ്പ് നടത്തിയത് താഴെ പറയുന്നവർ ആര്? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തല തിരിച്ചിങ്ങനെ പിടിക്കുക. അപ്പോൾ എന്തിനാണ് നമ്മളെ ചുറ്റിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോദ്യം ശരിക്കും വായിക്കണം. കൂൾ ഓഫ് ടൈം അതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓടിക്കിതച്ച് എക്സാം ഹാളിലേക്ക് കയറി വരാനുള്ള സമയമല്ല കൂൾ ഓഫ് ടൈം. നിങ്ങൾ എത്രയും നേരത്തെ എക്സാം ഹാളിൽ എത്തുന്നോ അത്രയും നിങ്ങൾക്ക് റിലാക്സ് കിട്ടും. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ എക്സാമിന് മുന്നേ ആയിട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ലൈവ് വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി, MS സ്വാമിനാഥൻ, PC മഹലനോബിസ്, ജവഹർലാൽ നെഹ്റു. ഈ 4 ആൾക്കാർ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇവിടെ ആൻസർ വരുന്നത് ദാദാഭായ് നവറോജി, ഓപ്ഷൻ A ആണ്. MS സ്വാമിനാഥൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. മറക്കരുത്, അദ്ദേഹം വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. MS സ്വാമിനാഥൻ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അതുപോലെ തന്നെ PC മഹലനോബിസ് ആരാണ്? PC മഹലനോബിസ് ആരാണ്? പ്ലാനിങ്ങിൻ്റെ ശില്പിയാണ്. ഇന്ത്യയിലെ പ്ലാനിങ് ശില്പിയാണ് അല്ലേ. ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നാണ് PC മഹലനോബിസ് അറിയപ്പെടുന്നത്. ഓക്കെ, PC മഹലനോബിസ് എന്താണ്? പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ജവഹർലാൽ നെഹ്റു നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അവിടെ പറയാം. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? താഴെ ചേർക്കുന്നവയിൽ പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണം. പരിമാണാത്മകമുണ്ട്, പരിമാണവും അതുപോലെ തന്നെ ഗുണപരവും അല്ലേ. പരിമാണം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്നത്, ക്വാണ്ടിറ്റേറ്റീവാണ്. അപ്പോൾ താഴെ കൊടുക്കുന്നവയിൽ അളക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. ചിലപ്പോൾ കഴിയാത്തത് എന്നൊക്കെ ചോദിക്കും. അളക്കാൻ കഴിയാത്തത്, അതായത് പരിമാണാത്മകമല്ലാത്തത്, പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണമല്ലാത്തത് എന്ന് ചോദ്യം വരാം. പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണം ഏതെന്നാണ് ഇവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കുക. പരിമാണാത്മകം എന്ന് കാണുമ്പോൾ ചാടി വീണ് ഉത്തരം എഴുതരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചോദ്യത്തിൽ നമ്മൾ ടിസ്റ്റ് വരും. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒപ്പമുള്ള ആളുകളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വെറുതെ ഒന്ന് നോക്കുമ്പോഴാവും തെറ്റ് ആകെ മനസ്സിലാവുക. അപ്പോൾ ആകെ നമ്മൾ ഡസ്പായി പോകും. അപ്പോൾ അങ്ങനെ വരരുത്, കൃത്യം വരുന്നത് നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. ഓക്കെ, എന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ളതല്ല. കൂൾ ഓഫ് ടൈം അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് നിങ്ങൾക്ക് കൂളായിട്ട് എക്സാം എഴുതാനുള്ള, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കാനുള്ള സമയമാണ്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുന്നത്. പലരും അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചുവടെ ചേർക്കുന്നവയിൽ പരിമാണാത്മക ദത്തത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യം, സത്യസന്ധത, ഉയരം, മതം. ഇവിടെ അളക്കാൻ പറ്റുന്ന ഏതാണെന്നാണ്? സൗന്ദര്യം അളക്കാൻ പറ്റില്ല, സത്യസന്ധത അളക്കാൻ പറ്റില്ല, മതം അളക്കാൻ പറ്റില്ല, ഉയരം അല്ലേ, ഉയരം നമുക്ക് അളക്കാം. ഓക്കെ, ഉയരം അളക്കാം, തൂക്കം അളക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗുണാത്മക തത്വങ്ങളുണ്ട്, പരിമാണാത്മക തത്വങ്ങളുണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററിലും പഠിച്ചു പോരുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ഈസ് നോൺ ആസ് പൊസിഷണൽ ആവറേജ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് തന്നെ വരുന്ന ഒരു നല്ല 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1 വേർഡിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. വിച്ച് ഈസ് നോൺ ആസ് പൊസിഷണൽ ആവറേജ്? സ്ഥാനീയ ശരാശരി എന്നറിയപ്പെടുന്ന ഏതാണ്?
അത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മീൻ മീഡിയൻ കോറിലേഷൻ റേഞ്ച്. മീൻ മീഡിയൻ കോറിലേഷൻ റേഞ്ച് എന്തായാലും കോറിലേഷനും റേഞ്ചും അല്ല, മീനോ മീഡിയനോ ആണ്. അതായത് മാധ്യം മീഡിയനാണ് ഉത്തരം കേട്ടോ. സ്ഥാനീയോ ഒരു കൃത്യമായിട്ട് നമുക്കൊരു സ്ഥാനം കണക്കാക്കാൻ പറ്റുന്ന മീഡിയൻ, അതായത് ഒരു സീരീസിനെ ഒരു ശ്രേണിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കും. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനം ഒരു സംഖ്യക്ക് കൊടുക്കാൻ പറ്റും. അതാണ് സ്ഥാനീയ ശരാശരി. ക്ലിയർ അല്ലേ? പൊസിഷണൽ ആവറേജ്, മീഡിയൻ. ഉത്തരം മീഡിയൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇഫ് ദ വാല്യൂ ഓഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് +1 വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? കാൾ പിയേഴ്സൺ സഹബന്ധ ഗുണാങ്കത്തിൻ്റെ മൂല്യം +1, അതായത് +1 എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ആ ഭാഗത്ത് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ഈ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അതായത് 7ാമത്തെ ചാപ്റ്ററാണ്. അതിന് പേര് കൃത്യമായിട്ട് അറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. ഇത് 7ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഓക്കെ, അവിടെ നമ്മൾ പിന്നെ ഒരു ഡയഗ്രത്തെ ഒരു 5 ഡയഗ്രങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. സ്കാറ്റർ ഡയഗ്രാം ഓർമ്മ ഉണ്ടാവും. സ്കാറ്റർ ഡയഗ്രാം സഹബന്ധം എന്നുള്ള ചാപ്റ്റർ കേട്ടോ. ഓക്കെ, ഇൻഡെക്സ് നമ്പർ അല്ല, സഹബന്ധം എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചാപ്റ്റർ 7 സഹബന്ധം. ആ ചാപ്റ്ററിൽ നമ്മൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ 5 കാര്യങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. എന്തൊക്കെ 5 കാര്യങ്ങൾ? അതായത് പോസിറ്റീവ് സഹബന്ധം, നെഗറ്റീവ് സഹബന്ധം, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം, സഹബന്ധമില്ലായ്മ, അങ്ങനെയുള്ള സ്കാറ്റർ ഡയഗ്രത്തെക്കുറിച്ച് പഠിക്കേണ്ടത്. എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മളിങ്ങനെ ഒരു രേഖ വരച്ച രേഖയ്ക്ക് മുകളിലായിട്ട് കുത്തുകൾ യോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചുറ്റിലുമായിട്ട് കുത്തുകൾ യോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ രേഖയില്ലാതെ നമ്മളിങ്ങനെ വട്ടത്തിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ ചിതറിക്കിടന്നുകൊണ്ട് നമ്മൾ കുത്തുകൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. അതാണ് ഈ സ്കാറ്റർ ഡയഗ്രാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചിട്ട് പോകാം. 5 മാർക്ക് വെറുതെ കിട്ടുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 1 വേർഡാണിത്. ഇവിടെ ഈ കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം +1 അത് നമ്മുടെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വിലയിരുത്തൽ ചോദ്യങ്ങളുടെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ +1 -1 1 അങ്ങനെ ഏതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു, 0 to 1 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു കൊടുത്തിട്ടുണ്ട്. ഇത് ഉത്തരം വരുന്നത് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് കേട്ടോ. പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ്. പിന്നെ ഇവിടെ 12ാമത്തെ ചോദ്യം ഈ മാതൃകാപരമായ സൂചകാങ്കം നമുക്ക് പഠിക്കാനില്ലാത്തതാണ് കേട്ടോ. വിച്ച് ഈസ് നോൺ ആസ് ദ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്ക് പഠിക്കാനില്ല. ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതായത് നമുക്ക് ജസ്റ്റ് ആ തുടക്കത്തിലെ 2 പ്രോബ്ലം മാത്രമേ പഠിക്കാനുള്ളൂ. അതൊഴികെ ബാക്കിയുള്ള ഈ പാഷയുടെയും ലാസ്പിയർ വിഷർ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. സിമ്പിൾ അഗ്രിഗേറ്റീവ് വിലസൂചിക മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അവിടെ സിമ്പിൾ അഗ്രിഗേറ്റീവ് വിലസൂചിക മാത്രമേ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കൂടുതലായിട്ടൊന്നും അതിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാകും, അത് മുഴുവനൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും പഠിക്കാനില്ലാത്തതാണ് കേട്ടോ. പിന്നെ അത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കേണ്ട, ഏതൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 1 വേർഡിലുള്ളത്. ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനിതിൽ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു രൂപം ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ 10 എഴുതിയാൽ മതി. അടുത്തത് 13 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതുക എന്നാണ്. ഇത് 2 മാർക്കാണ്. ഇപ്പോൾ 5 എഴുതാനാണ്. ഇപ്പോൾ 5 തന്നിട്ട് 6 തന്നിട്ട് 4 എഴുതാനൊക്കെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് പുതിയതിൽ. ഓക്കെ, അപ്പോൾ പുതിയതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. 2023 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഒരു ഐഡിയ കിട്ടും. എന്തായാലും നിങ്ങൾ പിന്നെ പിന്നെ അടുത്ത് വരുന്നത് 22 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിൻ്റെതാണ്. 22 മുതൽ 28 വരെ. അപ്പോൾ അതിൽ 5 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 29 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എഴുതാൻ 4 മാർക്കിന്. പിന്നെ ഇവിടെ എന്താ പറയുക, 34 മുതൽ 38 വരെ 5 മാർക്കിൻ്റേത് 3 എഴുതാൻ. പിന്നെ 39 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങളിൽ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 3. ഓക്കെ, 3 കൊടുത്തിട്ട് 2 എഴുതാനാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ, ഒരു മാതൃക ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അതോടൊപ്പം തന്നെ 1 വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും
നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഏകദേശം ഒരു 100Kയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ എഫേർട്ടും കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ചാനൽ അത്രയും നല്ലൊരു രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും, എല്ലാ പഠിതാക്കളും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ല് ഓൾ എന്ന് എനേബിൾ ചെയ്തുകൂടി വെക്കണം. അപ്പോഴേ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. എക്സാം അടുത്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ആൻസേഴ്സ് എല്ലാം അത് വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ആരും പേടിക്കേണ്ട. ലൈവ് ക്ലാസ് ഉടനെ തന്നെ ഉണ്ടാകും. ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ലൈവ് ക്ലാസ്സിൽ വരാത്തത്. എന്തായാലും ലൈവ് ക്ലാസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവരെയും നമ്മൾ പാസ്സാക്കി തരും. ഓക്കെ, എല്ലാ വിഷയങ്ങളിലും മാക്സിമം എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ എടുത്ത്, അതിന് ഇനിയിപ്പോൾ അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും വിഷയങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും കളക്ട് ചെയ്ത് വരാവുന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരച്ച് കാണിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ആരും പേടിക്കേണ്ട. മുഴുവൻ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങളും നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.